പഴയങ്ങാടിയിൽ ഹജ്ജ് യാത്രികരുടെ സംഗമം നടന്നു. ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയങ്ങാടി യൂണിറ്റ് പരിധിയിൽ നിന്നും ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്നവരുടെ സംഗമം പഴയങ്ങാടി വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. മാടായിപ്പള്ളി ഖത്തീബ് സൈഫുദ്ദീൻ അൽ ഖാസിമി ഓണംപിള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വിചാരിക്കും ഒരു ഹാജി ജനിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹാജി ഉണ്ടാകുന്നത് മക്കത്ത് പോയി 40ഓളം ദിവസം അല്ലെങ്കിൽ 38 ദിവസം അവിടെ ചിലവഴിക്കാനുള്ള സാമ്പത്തിക ശേഷി, അതിനുള്ളതായ ആരോഗ്യം, അതിനുള്ളതായ മറ്റുള്ള വസ്തുവകകളെല്ലാം ഒരുമിച്ച് കൂട്ടി തയ്യാറാക്കി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു ഹാജി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എങ്കിൽ അത് തെറ്റാണ്. ഇസ്ലാമികമായ വിശ്വാസപ്രകാരം പരിശുദ്ധനായ അള്ളാഹു ഒരു ഹാജിയെ നിശ്ചയിക്കുന്നത് കേവലം ഈ ഒരു നിയ്യത്തെടുക്കുമ്പോൾ അത് അതിന്റെ പൂർത്തീകരണം മാത്രമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PV അബ്ദുള്ള അധ്യക്ഷം വഹിച്ചു. മഹമ്മൂദ് വാടിക്കൽ സംസാരിച്ചു. EP പ്രമോദ് സ്വാഗതവും EN ശങ്കരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞേ. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിനി, പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല, ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.